ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പാരലൽ ക്വറി ഇവാലുവേഷൻ. അതായത് ഒരു റിലേഷണൽ ക്വറി എക്സിക്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ഗ്രാഫാണ്. റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെലക്ഷൻ ഓപ്പറേറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, ക്രോസ് പ്രോഡക്റ്റ് ഓപ്പറേറ്റർ ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ഗ്രാഫാണ് എന്ത് നമ്മുടെ റിലേഷണൽ ക്വറി എക്സിക്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാഫിലുള്ള ഓപ്പറേറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, പാരലലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഇഫ് ആൻ ഓപ്പറേറ്റർ കൺസ്യൂംസ് ദ ഔട്ട്പുട്ട് ഓഫ് എ സെക്കൻഡ് ഓപ്പറേറ്റർ ഈസ് പൈപ്പ്ലൈൻഡ് പാരലലിസം. അതായത് ഒരു ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഓപ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ടിനെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ആ ഒരു അപ്രോച്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പൈപ്പ്ലൈൻഡ് പാരലലിസം എന്ന് പറയുന്നത്. ഇഫ് നോട്ട് ദ ടു ഓപ്പറേറ്റേഴ്സ് ക്യാൻ പ്രൊസീഡ് എസെൻഷ്യലി ഇൻഡിപെൻഡൻ്റ്ലി. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, രണ്ട് ഓപ്പറേറ്റേഴ്സിനെ എസെൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ആൻ ഓപ്പറേറ്റർ ഈസ് സെറ്റ് ടു ബി ബ്ലോക്ക്. അതായത് ഒരു ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്കിലാണെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അതിനൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അൺടിൽ അതിൻ്റെ എല്ലാ ഇൻപുട്സും കൺസ്യൂം ചെയ്യുന്നത് വരെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പൈപ്പ്ലൈൻഡ് പാരലലിസം ഈസ് ലിമിറ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. അതായത് പൈപ്പ്ലൈൻഡ് പാരലലിസം എന്താ നമ്മൾ പറഞ്ഞു, അത് എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റഡ് ചെയ്തിരിക്കുന്നുണ്ട്. ചില ഓപ്പറേറ്റേഴ്സ് ലൈക്ക് എന്താണ്, നമ്മുടെ സോർട്ടിങ് അതുപോലെ തന്നെ അഗ്രിഗേഷനിലൊക്കെ അത് എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. The key to evaluating an operator in parallel is to partition the input data. അതായത് നമ്മൾ ഒരു ഓപ്പറേറ്റർ എന്താണ് പാരലലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻപുട്ട് ഡാറ്റേനെ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഓരോ പാർട്ടീഷനിലും നമുക്ക് പാരലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. ആ പാരലായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാർട്ടീഷൻ ചെയ്ത ഡാറ്റേനെയൊക്കെ എന്ത് ചെയ്യുന്നത്, പാരലലായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളതിനെ കമ്പൈൻ ചെയ്തിട്ട് റിസൾട്ട് ആക്കുന്നുണ്ട്. ഈ ഒരു അപ്രോച്ചിനാണ് എന്ത് പറയുന്നത്, ഡാറ്റ പാർട്ടീഷൻഡ് പാരലൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റേഴ്സ് പാരലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇൻപുട്ട് ഡാറ്റേനെ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ പാർട്ടീഷനിലും നമുക്ക് പാരലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് ഫോമിലേക്ക് ആക്കുന്നുണ്ട്. ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ പാർട്ടീഷൻഡ് പാരലൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ പാർട്ടീഷൻ്റെ കേസ് നോക്കാം. Partitioning a large data set horizontally across several disks enables us to exploit the input-output bandwidth of the disk by reading and writing them in parallel. അതായത് നമ്മൾ ഒരു ലാർജ് ഡാറ്റ സെറ്റിന് എന്ത് ചെയ്യാണ്, ഹൊറിസോണ്ടലി ക്രോസിങ്, അതായത് എക്രോസ് സെവറൽ ഡിസ്ക്, അതായത് സെവറൽ ഡിസ്ക് എക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ലാർജ് ഡാറ്റ സെറ്റിന് ഹൊറിസോണ്ടലി പാർട്ടീഷൻ ചെയ്യാണ്. ഇത് നമുക്ക് എന്ത് ഇനാബിൾ ചെയ്യുന്നുണ്ട്, ആസ് ടു എക്സ്പ്ലോയിറ്റ് ദ IO ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ഡിസ്ക് ബൈ, അത് നമുക്ക് ഇത് IO ബാൻഡ് വിഡ്ത്ത്, ഡിസ്കിൻ്റെ IO ബാൻഡ് വിഡ്ത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, നമ്മൾ ബൈ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ദം ഇൻ പാരലൽ. നമ്മൾ അതിനെ പാരലായിട്ട് റീഡിങ്ങും റൈറ്റിങ്ങും ചെയ്തുകൊണ്ട് നമുക്ക് IO ബാൻഡ് വിഡ്ത്ത്, ഡിസ്കിൻ്റെ IO ബാൻഡ് വിഡ്ത്ത് നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, ദർ ആർ സെവറൽ വേസ് ടു ഹൊറിസോണ്ടലി പാർട്ടീഷൻ എ റിലേഷൻ. അത് ഒരു റിലേഷനെ ഹൊറിസോണ്ടലി പാർട്ടീഷൻ ചെയ്യാൻ സെവറൽ വേസ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഒന്ന്, റൗണ്ട് റോബിൻ പാർട്ടീഷനിങ് ഉണ്ട്, ഹാഷ് പാർട്ടീഷനിങ് ഉണ്ട്, നെക്സ്റ്റ് റേഞ്ച് പാർട്ടീഷനിങ് ഉണ്ട്. ഇങ്ങനെ മൂന്നെണ്ണമാണ് പറയുന്നത്. റൗണ്ട് റോബിൻ പാർട്ടീഷൻ എന്ന് പറയുന്നത്, നമുക്കൊരു പ്രോസസ്സേഴ്സ് ഉണ്ട്. നമ്മൾ പ്രോസസ്സേഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ith ടപ്പിളിന് നമ്മൾ എന്ത് ചെയ്യും, മോഡ് പ്രോസസ്സറിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു പ്രോസസ്സർ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ടപ്പിൾസ് ഉണ്ടാവില്ല, അതിനകത്ത് ith ടപ്പിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മോഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഈ പ്രോസസ്സറിലേക്കാണ് നമ്മൾ ith ടപ്പിളിനെ അസൈൻ ചെയ്യുന്നത്.
നെക്സ്റ്റ് ഹാഷ് പാർട്ടീഷനിങ് എന്ന് പറയുന്നത് എ ഹാഷ് ഫംഗ്ഷൻ ഈസ് അപ്ലൈഡ് ടു എ ടപ്പിൾ ഡിറ്റർമൈൻ ഇറ്റ്സ് പ്രോസസ്സർ. അതായത് ഓരോ ടപ്പിളിനും ഏത് പ്രോസസ്സറാണ് വേണ്ടതെന്നുള്ളത് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഹാഷ് ഫംഗ്ഷൻ നമ്മുടെ ടപ്പിളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കിട്ടുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രോസസ്സറിന് ടപ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് റേഞ്ച് പാർട്ടീഷനിങ് ആണ്. Tuples are sorted and n ranges are chosen for the sort key values so that each range contains roughly the same number of tuples. Tuples in range I are assigned to the processor I. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ടപ്പിൾസ് ഉണ്ട്, ആ ടപ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു n റേഞ്ച് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. ആ n റേഞ്ചിൽ എന്തുണ്ടാവും, സെയിം നമ്പർ ഓഫ് ടപ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ടപ്പിൾസ് ഇൻ റേഞ്ച് ഐ, അതായത് റേഞ്ച് ഐയിലുള്ള ടപ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ്സർ ഐക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് റേഞ്ച് പാർട്ടീഷനിങ് പറയുന്നത്. നെക്സ്റ്റ് പാരലലൈസിങ് സീക്വൻഷ്യൽ ഓപ്പറേറ്റർ ഇവാലുവേഷൻ കോഡാണ്. An elegant software architecture for parallel DBMS enables us to readily parallelize existing code for sequentially evaluating a relational operator. The basic idea is to use parallel data stream. അതായത് parallel data stream ആണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആയിട്ട് പറയുന്നത്. Streams are merged as needed to provide the inputs for a relation operator. And the output of an operator is split as needed to parallelize sequential processing. അതായത് നമ്മുടെ സ്ട്രീംസ് എന്ന് പറയുന്നില്ലേ, നമ്മൾ സ്ട്രീംസിനെ മേർജ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻപുട്ടിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സ്ട്രീംസ് ആർ മേർജ്ഡ് ആസ് നീഡഡ് ടു പ്രൊവൈഡ് ദ ഇൻപുട്സ് ഫോർ റിലേഷൻ ഓപ്പറേറ്റർ. ഒരു റിലേഷൻ ഓപ്പറേറ്ററിന് ഇൻപുട്ടിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രീംസിനെ മേർജ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുക, അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Parallelized subsequent processing. Okay, a parallel evaluation plan consists of a data flow network of relation, merge and split operator. നമ്മളൊരു ഈ പാരലൽ ഇവാലുവേഷൻ പ്ലാനിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാം, നമുക്ക് ഡാറ്റ ഫ്ലോ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻ്റെ റിലേഷണലിൻ്റെ ഡാറ്റ ഫ്ലോ നെറ്റ്വർക്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മേർജ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, സ്ട്രീംസിനൊക്കെ മേർജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ദ ഇൻപുട്ട്. അതായത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന് വേണ്ടി നമ്മൾ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സ്ട്രീംസിനെ മേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേർജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് നമ്മൾ അതിന് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പ്ലിറ്റ് ഓപ്പറേറ്ററും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാരലൽ ക്വറി ഇവാലുവേഷനിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.